ദൈവം എപ്പോഴും നോക്കുന്നത് നമ്മളെ വെട്ടിക്കളയാൻ എന്തുണ്ടെന്നല്ല, നമ്മളെ ചേർത്ത് പിടിക്കാൻ എന്തെങ്കിലും ഒരു നന്മയുണ്ടാവും. അതാണ് ദൈവം. നമ്മളെപ്പോഴും അതുകൊണ്ടാണ് നമ്മളെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും, അപ്പം എല്ലാവരും കുറ്റം വിധിച്ചാലും തമ്പുരാൻ എന്തെങ്കിലും ഒരു നന്മ നോക്കും. സത്യത്തിൽ ഇന്ന് നമ്മൾ രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഗുണങ്ങളുടെ കൂടുതൽ കൊണ്ടൊന്നും അല്ല നമ്മളാരും ഇവിടെ ഇരിക്കുക. എന്തോ ഒരു സാധ്യത ദൈവം നമ്മളിൽ കാണുന്നുണ്ട്. അത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനും വയനാട് പോലൊക്കെ നമുക്കും സംഭവിക്കാം. പത്തനംതിട്ട മോശമൊന്നും അല്ല, ആണോ? അല്ല. 2018 വരെ എല്ലാ റാന്നിക്കാർക്കും എന്നോ വിലയായിരുന്നറിയാം റിവർ വ്യൂ. ഇപ്പൊ റിവർ വ്യൂ വേണോ? വേണ്ട. അപ്പൊ ഹിൽ വ്യൂ ആയി. ഇപ്പൊ ഹിൽ വ്യൂ വേണം? വേണ്ട. ഹില്ലേ നോക്കുമ്പോൾ ചങ്ക് പൊട്ടും. ആ പാറയെങ്ങാനും പുളന്ന് പോകുന്ന. അപ്പം വെള്ളം താഴെയും വേണ്ട മേളിലും വേണ്ടാത്ത അവസരമൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് തട്ടിപ്പോകാൻ നിൽക്കുന്ന ആരുടെ കൃപ കൊണ്ടാ? ദൈവത്തിൻ്റെ കൃപ കൊണ്ടാ. അപ്പോൾ അതുകൊണ്ട് അബ്രഹാം അവിടുന്ന് അവർ തിരിച്ചു പോവുകയാണ്. ലോത്ത് 13-ാം അധ്യായത്തിൽ ഞാൻ പെട്ടെന്ന് സ്പീഡിൽ പോട്ടെ, എന്നാലേ എനിക്ക് ആ ചിന്തകളിലേക്കെല്ലാം പൂർണ്ണമായിട്ട് വരാം. 13-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് ഇവർക്ക് ഒത്തിരി പൈസ ഉണ്ടായി. ഈ അബ്രഹാമിനും ലോത്തും കൂടെ പോയി നന്മ കിട്ടി, സമ്പത്തൊക്കെ ഉണ്ടായി. പക്ഷെ അവിടെ പറയുന്നൊരു കാര്യം, അതിൻ്റെ 6-ാമത്തെ വാക്യം, അബ്രഹാമിന് വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. 6-ാം വാക്യം, അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാൻ. അടുത്തൊരു വാക്യം പറഞ്ഞേ, സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നിച്ചു പോകാൻ കഴിഞ്ഞില്ല. അതും വളരെ ഗൗരവമായിട്ട് ഓർക്കണം. സത്യത്തിൽ ഈ അബ്രഹാമിന്റെയും ലോത്തിന്റെയും പ്രശ്നം എന്തായിരുന്നു? അബ്രഹാമിന്റെയും ലോത്തിന്റെയും പ്രശ്നം എന്തായിരുന്നു? സമ്പത്ത് ഒത്തിരി ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ ഒത്തില്ല, ഒന്നിച്ചു പോകാൻ ഒത്തില്ല. ഇന്ന് പല കുടുംബങ്ങളും തകരുകയാണ്. കുടുംബ തകർച്ചകളുടെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുക. സത്യത്തിൽ പ്രധാന പ്രശ്നം എന്താ? സമ്പത്ത്. ഞാനൊരു 1000 തവണ പിള്ളേരോട് ചോദിച്ചിട്ടുണ്ട്. അല്ലെ, ഇന്നത്തെ പിള്ളേരത് പറയില്ല. നമ്മുടെ ഒരു തലമുറ പറയും, വാട്ട് ഈസ് യുവർ മദർ എന്ന് ചോദിച്ചപ്പം അഭിമാനത്തോടെ, അന്തസ്സോടെ, കാര്യങ്ങൾ പിള്ളേർ തിരിച്ചു പറഞ്ഞു, മൈ മദർ ഈസ് എ ഹൗസ് വൈഫ്. അർത്ഥം അറിയത്തില്ലേ, നമ്മളങ്ങ് പഠിച്ചു പറഞ്ഞു, മൈ മദർ ഈസ് എ ഹൗസ് വൈഫ്. മൈ മദർ ഈസ് എ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളവരൊന്ന് കൈപൊക്കാവും. മൈ മദർ ഈസ് എ ഹൗസ് വൈഫ്. ജഡ്ജിയായിരുന്നോ? അല്ല, ഹൗസ് വൈഫ് ആയിരുന്നെങ്കിൽ ഒന്ന് കൈപൊക്കി. വല്ല കുഴപ്പമുണ്ടായോ? ഒരു കുഴപ്പമുണ്ടായില്ല. അച്ഛൻ ഭയങ്കര പുള്ളിയാ. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. നിങ്ങൾ പരാതിയൊക്കെ പറയുമ്പം പറയും, നിങ്ങൾ എന്തോ പറയുന്നേ? അവൾക്ക് ഞാൻ ചെലവിന് കൊടുക്കുന്നുണ്ട്, അവൾക്ക് വേണ്ട എല്ലാം കൊടുക്കും. അപ്പം അവള് പറയും, ചെലവിന് മാത്രം ഞാൻ മതിയായി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ പോലും പോയോ? ഇല്ല, എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇവര് പോയില്ല. പോകുന്ന കാര്യം മൈ മദർ ഈസ് എ ഹൗസ് വൈഫ്. പ്രശ്നങ്ങളൊക്കെ കുറവായിരുന്നു, ഒരു പരിധി വരെ. പക്ഷെ എന്നിട്ടും പോകാഞ്ഞതിന്റെ കാരണം, പോയാ എന്തോ ഇല്ല, ജീവിക്കാൻ വകയില്ല. വീട്ടിൽ ചെന്നാൽ വീട്ടിൽ ചെല്ലുമ്പോൾ അനീതിമാരെ കെട്ടിക്കാണ്ട് മച്ചി പറയും, മര്യാദയ്ക്ക് നീ എവിടെ പൊക്കോളാം. പോലുമ്പം പറയാം, നിങ്ങളെന്നെ പറഞ്ഞു വിട്ടാൽ നിങ്ങളെൻ്റെ ശവന്തല്ല, കുഴപ്പമില്ല, അടക്കിക്കോളാം, എന്നാലും പൊക്കോളാം പറയും. ചത്തോ ഇല്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ചാകുമെന്ന് പറഞ്ഞവരെല്ലാം ചത്തായിരുന്നു. ഇന്ന് ഈ കുമ്പഴ കൺവെൻഷൻ എത്ര പേര് കണ്ടേ? സത്യം അല്ലേ? സമ്മതിച്ചേ? നമ്മുടെ സന്തോഷം ഇവിടെ ഇപ്പോൾ ഞാനത് ഒത്തിരി ഇടത്ത് പറയുന്നൊരു കാര്യമാണ്. ഞാനൊരിക്കൽ ഈ ആത്മഹത്യയെക്കുറിച്ച് വലിയ പഠിത്തം നടത്തുക, കുറേ പുസ്തകമൊക്കെ എന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷം കയറിയോ. സന്തോഷം എന്നോട് ചോദിച്ചു, പുതിയ വിഷയം എന്നാ? ഞാൻ പറഞ്ഞ ആത്മഹത്യ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അവർ ഞങ്ങളുടെ നാട്ടിൽ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി. ഭ്രാന്ത് കയറി, ആത്മഹത്യ കയറി, നിരാശ കയറി. ഇപ്പം പറഞ്ഞില്ലേ ആത്മഹത്യക്ക് ചിന്തിച്ചിരിക്കുന്നവർ നമുക്ക് പാസ് ചോദിച്ചില്ല. കയറും എടുത്തോണ്ട് മനത്തിൽ തൂങ്ങിച്ചാം. അവിടെ ചെന്നപ്പം വെപ്രാളപ്പെട്ട് വയറ്റീന്ന് പോകണം തോന്നി. അപ്പോൾ ഒരു പാറപ്പുറത്ത് പോയിരുന്നു വയറ്റീന്ന്. അപ്പോൾ പുള്ളിക്കൊരു തോന്നൽ, ഈ കോലത്തിൽ കെട്ടി ചെന്നാൽ അഴിക്കുന്നവർക്ക് നാറത്തില്ല, അത് വേണ്ട, താഴെ എടുത്ത് ഓടുണ്ട്, പോയി കുളിക്കാമെന്ന്. വയറ്റീന്ന് പോയി കുളിച്ചു കഴിഞ്ഞപ്പം പുള്ളി ചാകുന്ന കാര്യം മറന്നുപോയി. പുള്ളി കയറുമായിട്ട് വന്നപ്പോൾ ഒരുത്തൻ ചോദിച്ചു, നീ എവിടെ പോയാ? അപ്പോഴാണ് ഓർക്കുന്നത് ചാകാൻ പോയ. ആ കയറ് മേടിച്ച് അവരുടെ നാട്ടിൽ ഒരു കടയിൽ പഴക്കല കെട്ടിത്തു. അപ്പോൾ സത്യത്തിൽ മരിക്കണം തോന്നിയ പലരും മരിക്കാത്തതൊക്കെ അതൊന്നും ചാകത്തൊന്നുമില്ല. ചാകുവോ? ഇല്ല. പക്ഷെ എന്നാലും ഒന്നിച്ചു പോകാൻ കഴിയാഞ്ഞു പോയതിൻ്റെ കാര്യം എന്താ?
സമ്പത്ത് എന്താണ്? സമ്പത്ത്. സത്യത്തിൽ സമ്പത്ത് നല്ലതാണെങ്കിലും സമ്പത്ത് കൂടിയാൽ എന്തുണ്ടാകും? വഴക്കുണ്ട്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, പരമാർത്ഥമായിട്ട് പറയാം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് ഒത്തിരി സമ്പത്ത് വേണ്ട, സമ്പത്ത് കുമിഞ്ഞു, സമ്പത്ത് വേണം എന്ന് പറഞ്ഞാൽ പൈസ വേണം, കാര്യങ്ങൾ നടത്തുന്നതല്ലാതെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, കള്ളം പറയില്ല. കള്ളം പറയത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ ഇത് കള്ളമല്ല. കള്ളം പറയത്തില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചിലരെ രക്ഷിക്കാനൊക്കെ എനിക്കൊന്നും അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞെന്ന് വരാം. എന്നാലും ഞാൻ നിവൃത്തിയുണ്ടെങ്കിൽ കള്ളം പറയാതില്ല, ശ്രമിക്കാറുണ്ട്. ഞാൻ സത്യമായിട്ട് പറയും, ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ പൈസ അഹങ്കാരിയാക്കുമെങ്കിൽ എനിക്ക് എന്തോ വേണ്ട, പൈസ വേണ്ട. പൈസ എന്നെ അഹങ്കാരിയും ചാടക്കാരും. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഭയങ്കര രസകരമായ ഒരു ജീവിതമാണ്. എന്നും രാവിലെ എഴുന്നേറ്റ് ആരോട് ചോദിക്കുക, കർത്താവേ ഒന്നുമില്ല തരണേ എന്ന് പറയുന്ന ഒരു സുഖമുള്ളൊരു കാര്യമാണ്. സന്ധ്യയാകുമ്പം നമ്മൾ ഇരുന്നങ്ങോട്ട് പാടും, അന്നന്ന് അവൻ നൽകും മന്നയിൽ തൃപ്തരായി അക്കരെ വാഗ്ദത്ത നാട്ടിന് പോകുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ. അപ്പം സമ്പത്തുണ്ടായിരുന്നതുകൊണ്ട് അവിടെ പ്രശ്നമുണ്ടായി. അപ്പോൾ ഈ അബ്രഹാമിൻ്റെ ഒരു സ്റ്റാൻഡ് എടുത്തു. അബ്രഹാം പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. നമ്മൾ സഹോദരന്മാരാ, വഴക്കുണ്ടാക്കേണ്ട. അടുത്തൊരു കാര്യം പറഞ്ഞു, വഴക്കുണ്ടാക്കിയ കനാന്യരും പെരിസരും ആ ദേശത്ത് ഉണ്ടായിരുന്നു. 7-ാം വാക്യം, കനാന്യരും പെരിസരും. 7:8 13:8. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. ഏതുകൊണ്ടാ? അവിടെ ആരുണ്ട്? കനാന്യരും പെരിസരും ഉണ്ട്. ആരുണ്ട്? കനാന്യരും പെരിസരും ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ വഴക്കുണ്ടായ ആര് കേൾക്കും? മറ്റുള്ളവർ കേൾക്കും. അതുകൊണ്ടൊരു സ്റ്റാൻഡ് എടുത്തു, ഞാൻ എന്തിനില്ല വഴക്കുണ്ടാക്കാൻ ഞാനില്ലെന്ന് പറഞ്ഞ അബ്രഹാമിനെ ചേർത്ത് പിടിച്ച് ദൈവം ഇന്നും പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. ഒരു വിഷയം ഉണ്ടായപ്പോൾ എന്തിനും തിരിഞ്ഞില്ല, വഴക്കിന് തുനിഞ്ഞു. വഴക്കുണ്ടാക്കാത്തവൻ്റെ ദൈവം ആര്? കള്ളം പറഞ്ഞെങ്കിൽ എന്തുണ്ടാക്കിയില്ല. കള്ളം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ ജീവനെ ഭയന്ന് പറഞ്ഞതാ. എന്നാൽ പോലും വഴക്കുണ്ടാക്കാത്ത അബ്രഹാം ലോകത്ത് പോയി അടുത്ത ലോകത്ത് പോകുന്നു. 14-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. 13-ാം അധ്യായത്തിൽ ഈ ഒരു സ്റ്റാൻഡ് എടുത്തപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, 13:16 ഞാൻ നിന്റെ സന്തതി എന്തുപോലാക്കും? ഭൂമിയിലെ പൊടി പോലാക്കും. എല്ലാവരും ആ വാക്കൊന്ന് ചേർന്ന് പറഞ്ഞേ, എന്തുപോലാക്കും? ഭൂമിയിലെ പൊടി പോലെ. അപ്പോൾ അബ്രഹാമിന് 2 മക്കളുണ്ട്. 2 മക്കള് 13-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിന്റെ സന്തതി എന്തുപോലാക്കും? പൊടി പോലെ. 15-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലാക്കും. അപ്പോൾ 2 തരം മക്കള് ആർക്കുണ്ട്? അബ്രഹാമിനുണ്ട്. ഒന്ന് എങ്ങനത്തെ മക്കൾ? ഭൂമിയിലെ പൊടി പോലുള്ള മക്കൾ. മറ്റൊരു മക്കൾ എവിടെയുള്ള മക്കളാ? ആകാശത്തിലെ നക്ഷത്രങ്ങൾ. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. പൊടി പോലുള്ള മക്കളെന്ന് പറയുന്നത് മറ്റൊന്നും അല്ല, വിശ്വാസസമൂഹം തന്നെയാണ്. ഈ ആയുസിലേക്ക് മാത്രം ക്രിസ്തുവിനെ കാണുന്ന, മണ്ണ് അനുഗ്രഹങ്ങൾ അതാണ് അനുഗ്രഹമെന്ന് മാത്രം കരുതുന്നവർ, അവരാരുടെ മക്കളാ? പൊടിയുടെ മക്കളാ. എന്നാൽ ഈ മണ്ണിൽ ഇരിക്കുമ്പോൾ തന്നെ വിണ്ണിന് വേണ്ടി അധ്വാനിക്കുന്ന, വിണ്ണിനെ നോക്കി യാത്ര ചെയ്യുന്ന അവരെക്കുറിച്ച് പറയുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. അതെ, ഈ മണ്ണിൽ ഇരുന്നു കൊണ്ട് വിണ്ണിനെക്കുറിച്ച് ചിന്തിക്കുന്ന, ഈ മണ്ണിൽ ഇരുന്നു കൊണ്ട് വിണ്ണിൻ്റെ വീട് പണിയുന്നവരെ, അവരെയാണ് എന്തെന്ന് വിളിക്കുക? ആകാശത്തിലെ നക്ഷത്രങ്ങൾ. 14-ാം അധ്യായത്തിൽ ലോത്തിനെ രാജാക്കന്മാരെ പിടിച്ചുകൊണ്ട് പോകുന്നു. കോണ്ടസ്റ്റ് മനസ്സിലാകുന്നുണ്ടല്ലോ. പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അബ്രഹാം എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു? രക്ഷിക്കാൻ പോയി. അബ്രഹാം എന്ത് ചെയ്തു? രക്ഷിക്കാൻ പോയിട്ട് അബ്രഹാം ലോത്തിനെ രക്ഷിച്ചുകൊണ്ട് വരിക. ഇതും അബ്രഹാമിൻ്റെ വലിയൊരു സ്റ്റാൻഡാണ്. എന്താന്ന് ചോദിച്ചാൽ, ശത്രുവിനെ കൊണ്ടുപോയപ്പോൾ നമ്മളാണെങ്കിൽ എന്തെല്ലാം പറഞ്ഞേനെ. എന്നോട് പൊരുന്നവരോട് ദൈവം എന്ത് ചെയ്തു? പൊരുതി. എൻ്റെ ദൈവമേ, അങ്ങ് ആരാണെന്ന്. അയ്യോ, എന്തായിരുന്നു കർത്താവ്. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, നീ മാതുറക്കാതെ മിണ്ടാതെ ദൈവം കണ്ടോ ആര് കൊണ്ടുപോയി? ശത്രു കൊണ്ടുപോയി. അങ്ങനെയാണോ അല്ല അബ്രഹാം പറഞ്ഞേ? അല്ല, അബ്രഹാം പറഞ്ഞത് നേരെ പോയിട്ട് ആരെ രക്ഷിച്ചു? എപ്പോഴും ഓർക്കപ്പെട്ട കാര്യമുണ്ട്. പഴയ നിയമത്തിലെ കൽപ്പനകൾ അനുസരിക്കാനാണോ പാട്? പുതിയ നിയമത്തിലെ കൽപ്പന അനുസരിക്കാനാണോ? പഴയ നിയമത്തിലെ കൽപ്പന അനുസരിക്കാനാണോ പാട്? പുതിയ നിയമത്തിലെ കൽപ്പന അനുസരിക്കാനാണോ? 613 കൽപ്പനകളാണ് പഴയ നിയമത്തിൽ, അല്ലേ? പരീക്ഷ എല്ലാം കൂടെ. എന്നാൽ അതാണ് ശാസ്ത്രിമാർ ഇവർ പറയുക. എന്നാൽ പ്രധാനമായിട്ടും 10 കൽപ്പനകൾ നമുക്കറിയാം. അതാണോ എളുപ്പം? പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്? ഏതാ എളുപ്പം? പഴയ നിയമോ പുതിയ നിയമോ എളുപ്പം? സമ്മതിച്ചു മോനിക്ക് വന്നേ. താമേ
പുതിയ നിയമം എളുപ്പം. സമ്മതിച്ചേ? ഏതാ കൽപ്പന എളുപ്പം? ആൻറ്റി പറഞ്ഞു എന്താ? പുതിയ. ശരി, പഴയ നിയമത്തിലുണ്ട് കൊല ചെയ്യരുത്. സമ്മതിച്ചേ? പുതിയ നിയമത്തിൽ എന്താ പറയുന്നേ? നിന്റെ ഏത് ചെകിട്ടത്തടിക്കുന്നവന്, വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് ഇടത്തേവിടെ കണി. വലം കയ്യന്മാരെല്ലാം ഒന്ന് പൊക്കിക്ക്, കൈ പൊക്കി. ലെഫ്റ്റ് ഹാൻഡറല്ല, റൈറ്റ് ഹാൻഡ്. കൂടുതലും റൈറ്റ് ഹാൻഡാണ്. ചെറുതല്ല, റൈറ്റ് ഹാൻഡ് ഉള്ളവർ, റൈറ്റ് ഹാൻഡ് ആയിട്ട് എഴുതുന്നവരും കൈ വശമുള്ളവരെല്ലാം ഒന്ന് പൊക്കിക്ക്. ലെഫ്റ്റ് ഹാൻഡാണോ? റൈറ്റ് ഹാൻഡാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, വലത്തെ കരുത്ത് അടിക്കുന്നവൻ ഏത് കാണിക്കണം? ഇടത്ത് കൈ. ഞാൻ സാമിനോട് ഒറ്റ അടി കൊടുക്കുകയാണ്. പാവമാണ്, അടിക്കത്തില്ല അവൻ, പാവം ചെറുക്കാൻ. അവനെ ഞാൻ അടിച്ചത് ദോഷമല്ല, എന്തിനടിക്കാനാണ്, നല്ല ചെറുക്കനാ. എന്നാലും ഞാൻ ഇവനെ അടിച്ചു. ഞാൻ വലം കയ്യനാ. ഞാൻ എൻ്റെ വലം കൈ കൊണ്ട് അടിച്ചാൽ ഇവൻ്റെ എവിടെ ചിറയ്ക്കുള്ളൂ? വലത്തെ കൺഫ്യൂഷനാകും. അതുകൊണ്ടാണ് പറയുക, വലം കൈ ഇടം കൈ അറിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയത്തില്ലേ? വലത്തെ കൈ കൊണ്ട് ഞാൻ അടിച്ചാൽ സാമിൻ്റെ എവിടെ ചെല്ലത്തുള്ളൂ? ഇടത്തെ. കർത്താവ് പറഞ്ഞ ഏത് ചെകിട്ടത്തടിക്കുന്നവനാ? യുദ്ധത്തിനൊരു നീതിയുണ്ട്, യുദ്ധത്തിൽ ചതി പാടില്ല എന്ന് പറഞ്ഞാൽ വലത്തെ കൈക്ക് അടിക്കാൻ ഒങ്ങിയിട്ട് അറിയാവുന്ന ഒരു ഇടത്തെ കൈ അടിക്കും. അപ്പോൾ എന്ത് ചെയ്യത്തില്ല? കതിയ. അങ്ങനെ അടിക്കുന്നവൻ ഏതുകൂടെ കാണിക്കണം? ഇടത്തെ കൂടെ കാണിക്കണം. ഏതാ എളുപ്പം? കൊല ചെയ്യാതിരിക്കുന്നതാണോ? ഇതാണ് എളുപ്പം. കൊല ചെയ്യാതിരിക്കുന്ന. ഇത് പാടല്ലേ? പാടാ. വ്യഭിചാരം ചെയ്യരുത്, സമ്മതിച്ചു. പുതിയ കർത്താവ് പറയാ, സ്ത്രീയെ മോഹിക്കുകയോ നോക്കുകയോ ചെയ്യരുത്. ആമേൻ പറഞ്ഞിട്ട് സ്വർഗത്തിൽ പോകുന്നവരെല്ലാം ഒന്ന് കൈപോക്കും. കല്യാണം കഴിഞ്ഞ് കൊച്ചുമക്കളായിട്ടും ചിരിക്കുക, പൊത്തില്ല. അപ്പൊ ഏതാ എളുപ്പം? ഏതാ എളുപ്പം? പക്ഷെ അബ്രഹാം അവിടെ പുതിയ നിയമത്തിന്റെ ഒരു കൽപ്പന പാലിച്ചു. ആരെ സ്നേഹിച്ചു? ശത്രുക്കളെ സ്നേഹിച്ചു, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പോയി ആരെ രക്ഷിച്ചുകൊണ്ട് വന്നു? അപ്പം ദൈവം പ്രത്യക്ഷപ്പെടും. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അബ്രഹാമോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? അതിന്റെ 14-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ചാലൻ രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അടുത്തത്, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായി. ഉറക്കെ പറഞ്ഞേ, അവൻ ആരായിരുന്നു? അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേക, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് എന്ത് ചെയ്യും? ഓടിച്ചെല്ലും. ഈ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം ആരാണ്? അത്യുന്നതനായ ദൈവമാണ്. കരമുയർത്തി എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ആരാണ്? അത്യുന്നതനായ ദൈവമാണ്. ഉന്നതനും അതിന്റെ മുകളിൽ ആരുണ്ട്? അത്യുന്നതനുണ്ട്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ കാണുന്നു, ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് എവിടെ ഇരിക്കുന്ന കണ്ടു? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കണ്ടു. ഇതിനൊരു കാരണമുണ്ട്. 2 ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 26-ാമത്തെ വാക്യത്തില് 2 ദിനവൃത്താന്ത പുസ്തകം 26-ാമത്തെ അധ്യായത്തില് യഹൂദ ജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള ഉസിയാവെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി. അവൻ ഉസിയാവ് വാഴ്ചയൊക്കെ 16 വയസ്സായിരുന്നു. എത്ര വർഷം ഭരിച്ചു? 52 വർഷം ഒരാൾ ഭരിച്ചു. ചെറിയ കാര്യമല്ല. എത്ര വർഷം? 52 വർഷം ഭരിച്ചു. ഈ 52 വർഷം ഭരിച്ചപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. 6-ാം വാക്യം 2 ദിനവൃത്താന്തം 26:6. ഗത്തിന്റെ മതില്, യപ്നയുടെ മതില്, അസ്തോദിന്റെ മതിലെല്ലാം ഇടിച്ചു കളഞ്ഞു. എന്നിട്ട് പെലസ്തയുടെ ഇടയിലും അസ്തോദ് നാട്ടിലും എന്ത് പണിതു? പട്ടണം പണിതു. അത് വലിയൊരു കാര്യമാണ്. അത് വളരെ ചിന്തിച്ച് ചെയ്യുന്നവരെ അതൊക്കെ ചെയ്തു. അർബനൈസേഷൻ, പട്ടണവൽക്കരണം. ഒരു രാജ്യം വികസിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ വികസിക്കണം. ഒന്ന്, ആര് വേണം? പട്ടണം വികസിക്കണം. അതിനെയാണ് എന്തെന്ന് വിളിക്കുക? അർബനൈസേഷൻ. സ്കൂളിലെങ്കിലും പഠിച്ചിട്ടുണ്ടോ ടീച്ചറെ? എന്താണ് അർബനൈസേഷൻ? അർബനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന് 2 ഫാക്ടർ ഉണ്ട്. പുഷിങ് ആൻഡ് പുള്ളിങ് ഫാക്ടേഴ്സ് എന്ന് പറയും. ഗ്രാമത്തിൽ കിടക്കുന്നവർ എങ്ങോട്ടാ പോവുക? പട്ടണത്തിൽ. പണ്ട്, ഇപ്പം സത്യത്തിൽ വർക്ക് ഫ്രം ഹോം ഒക്കെ ആയി. പണ്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ എല്ലാ മുക്കിലും മൂലയിലും പിള്ളേര് ഒരു 2 നിലയുടെ തട്ടിട്ട് മണ്ടയിൽ ഒരു സാധനം കേൾക്കായിരുന്നു. ടിക്കോ ടിക്കോ ടക്കോ ടെക്കോ. എന്താണ്? ASDFG സെമിക്കോളൻ സ്പേസ്. ഇത് ഒരു വലിയൊരു കാര്യമാണ്. അതായത് ഒരു മനുഷ്യനും ഒന്നും മറക്കുന്നില്ലെന്നാണ് പറയുക. മറക്കുന്നില്ല. 16, 18, 20 വർഷം മുമ്പ് ടൈപ്പ് റൈറ്റർ പഠിച്ച നമ്മൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടറിന്റെ കീപാഡ് കിട്ടാമെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഏത് ഓർമ്മ വരും?
ഇത് ഓർമ്മ വരുമെന്ന മനുഷ്യൻ ഒന്നും മറക്കുന്നില്ലെന്ന് തെളിയിക്കാൻ പറയുന്നൊരു കാര്യമായിരുന്നു. എങ്കിലും പൊക്കട്ടെ, അതല്ല. അതൊക്കെ കഴിഞ്ഞാൽ നേരെ പോയി മുംബൈയിലോട്ട് പോയി, പഴയ ബോംബെ. പിന്നെ ചെന്നൈക്ക് പോയി, ചെന്നൈ അന്ന് മദ്രാസ് മെയിലിലേക്ക് കയറിപ്പോയി. പിന്നെ കുറേ പേര് ഇങ്ങോട്ട് പോയി, കെ കയറി. എവിടെ പോയി? ഡൽഹിക്ക് പോയി. അതിനു മുമ്പ് കുറേ പേര് ബംഗാളിൽ പോയി, കൽക്കട്ടയ്ക്ക് പോയി. പിന്നെ ബാംഗ്ലൂരൊക്കെ വരുന്നേ. അപ്പം അർബനൈസേഷൻ ആയിരുന്നു. എല്ലാ മലയാളികളും ബോംബെയിലോട്ടോ ഡൽഹിയിലോ ഗൾഫിൽ പോകുന്ന പോലും ബോംബെ പോയിട്ടാ. പഴയ ബോംബെ, ഇന്നത്തെ മുംബൈ പോയിട്ടാ. അപ്പം അർബനൈസേഷൻ ആയിരുന്നു. അപ്പം രാജ്യം വികസിക്കണമെങ്കിൽ പട്ടണങ്ങൾ വലുതാകണം. പട്ടണം മാത്രം വലുതായ പോരാ, ഗ്രാമങ്ങൾ വലുതാകണം, കൃഷികൾ. അതുകൊണ്ടാണ് ഗാന്ധിജി ഗ്രാമങ്ങളെ ശ്രദ്ധിച്ചത്. ഗ്രാമങ്ങൾ വലുതാകണം. ഗ്രാമങ്ങളിൽ ആരാണ്? കൃഷിക്കാരാണ്. താഴോട്ട് വരുമ്പോൾ കാണുന്നുണ്ട്, കൃഷിയിടങ്ങൾ പണിതു, മുന്തിരിത്തോപ്പുകൾ പണിതു. എന്നിട്ടോ കന്നുകാലികളെ വളർത്തി. എന്നിട്ട് കന്നുകാലികൾക്ക് കുടിക്കാൻ കിണറുകൾ കുഴിച്ചു. ഇങ്ങനെ സമസ്ത മേഖലകളും മാത്രമല്ല, വലിയൊരു സൈന്യത്തെ കൊണ്ടുവന്നു. അന്നത്തെ കാലത്ത് ഇത്ര വർഷം മുമ്പ് കണ്ടോ, 12-ാം വാക്യം, യുദ്ധവീരന്മാരായ പിതൃഭവനത്തലവന്മാരുടെ ആകെ തുക എത്രയായിരുന്നു? എന്ന് പറഞ്ഞാൽ 2600 ക്യാപ്റ്റന്മാരുള്ള ഒരു പട്ടാളം. അടുത്തത്, അവരുടെ അധികാരത്തിന് കീഴിൽ ശത്രുക്കളുടെ നേരെ രാജാവിനെ സഹായിപ്പാൻ 3 ലക്ഷത്തി മഹാവീരൻ എത്തി വരുന്ന 3,07,500 പേരുള്ള സൈന്യബല. ഇന്നല്ല, അന്ന് 3 ലക്ഷം പേരുള്ള സൈന്യമുണ്ട ഒരു പട്ടാളമായിരുന്നു. ആരുടേത്? ഉസിയാവിൻ്റേത്. ഇത്രയും വലിയ രാജാവ് ഒരു നിമിഷം എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. ഇനി പട്ടാളമുണ്ട് 3,07,000, 2,600 ക്യാപ്റ്റന്മാരുണ്ട്. ഒക്കെ സത്യ. പക്ഷെ അപ്പുറത്തെ ശത്രു വരുമ്പോൾ ആക്ഷൻ, ഫയർ എന്നൊക്കെ പറയണമെങ്കിൽ ഒരാൾ വേണ്ടേ? അത് പോയി, അതില്ല. ആ സമയത്ത് ആ ശത്രുക്കൾ ആക്രമിക്കും. പ്രവാചകൻ ചോദിച്ചു, ദൈവമേ, എൻ്റെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകും? തമ്പുരാൻ അവനൊരു കാഴ്ച കാണിച്ചു. ഉസിയാവ് രാജാവും മരിച്ചു. നീ പേടിക്കണ്ട. 52 വർഷം നീ ഓർത്ത് ഉസിയാവ് ഇത്രയും കൊണ്ടുവന്നു അല്ല. ഉസിയാ രാജാവും മരിച്ചാലും നാട് നീങ്ങിയാലും അതിൻ്റെ എല്ലാം മുകളിലൊരു സിംഹാസനമുണ്ട്. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം. കര ഉയർത്തി പറഞ്ഞേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ സിംഹാസനം. ഞാനിന്ന് രാത്രി എന്നോടൊപ്പം എൻ്റെ ഒരു സഹോദരനുണ്ടാണ്. അദ്ദേഹത്തോട് ഒരു തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു കേസിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ആ കേസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഫൈനൽ കോർട്ടിൻ്റെ വിധി വരുന്നത് ഏത് സിംഹാസനത്തിൽ നിന്നാണ്? മേടിൽ നിന്നാണ്. വിശ്വസിക്കുന്നവരെന്ന് ആരുമയും പറഞ്ഞു. ആ ദൈവത്തിൻ്റെ പേരെന്താ? എലിയോൺ, അത്യുന്നതനായ ദൈവം. ഏറ്റവും ഒടുവിലത്തെ വിധി വരുന്നത് ലോക കോടതിയിൽ നിന്നല്ല, ഇവിടെ ആരും തീരുമാനിക്കുന്നവരല്ല. ഫൈനൽ വെർഡിക്റ്റ്, ഫൈനൽ വിധി, അവസാന വാക്ക്, അവസാനത്തെ തീരുമാനം എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ്. അത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി നിങ്ങളുടെ നമ്മളൊരു ഏറ്റവും ലാസ്റ്റ് വാക്ക് ആരുടേതാ? ഒരാൾക്ക് ക്യാൻസറാണെന്ന് വെക്കുക. ക്യാൻസറാണെന്ന് വെച്ചാൽ നമ്മൾ പറയും, നല്ല പ്രശസ്തനായ ഡോക്ടർ എന്ന് വെച്ചു. അദ്ദേഹം ഒരു പക്ഷേ ക്യാൻസറിൻ്റെ അവസാന വാക്കാ പറഞ്ഞു. ഇനിയും പ്രത്യേകിച്ചൊന്നും നമ്മളതിനെ അങ്ങ് സ്വീകരിക്കും. ക്യാൻസർ ഡോക്ടർ പറഞ്ഞു ലാസ്റ്റ് സ്റ്റേജാ. പക്ഷെ എത്രയോ പേർ ലാസ്റ്റ് സ്റ്റേജിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. എന്താ കാര്യം? ഫൈനൽ വാക്ക് ഡോക്ടറുടേതല്ല, ഫൈനൽ വാക്ക് ഒരാളുടേതല്ല. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന വാക്ക് എൻ്റെ തമ്പുരാൻ്റെ വാക്കാ. ഇരു കരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ഒന്ന് ചേർത്തടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസിൻ്റെ മുകളിൽ കരങ്ങൾ ഉയർത്തി ശക്തിയോടടിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന വാക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന വാക്ക് എൻ്റെ ദൈവ, എൻ്റെ ദൈവ, എൻ്റെ ദൈവ, എൻ്റെ ദൈവ. അവനല്ല, അവളല്ല, രാജാവല്ല, നേതാവല്ല, മന്ത്രിയല്ല, മന്ത്രി പുങ്കവനല്ല, മുഖ്യമന്ത്രിയല്ല, ഹല്ലേലൂയ, നിയമമല്ല, നിയമാധികാരിയല്ല, ഇന്നത്തെ സാഹചര്യമല്ല. ഇത് ഫൈനൽ വേർഡിക്റ്റ്, അവസാന വാക്ക് എൻ്റെ തമ്പുരാൻ്റെ വാക്കായിരിക്കും. ഹിസ് നെയിം ഈസ് എലിയോൺ, അത്യുന്നതനായ ദൈവം. യേശുവിൻ്റെ നാമത്തിൽ 1000 അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇന്നുകൊണ്ട് ഈ എളിവൻ വിളിച്ചു പറയും, എൻ്റെ ദൈവത്തിൻ്റെ പേര് അത്യുന്നതൻ. കരങ്ങളടിച്ച് സ്തുതിച്ചേ. ഉന്നതൻ, അതിൻ്റെ മുകളിൽ അത്യുന്നതൻ. ഇന്ന് രാത്രി ചില ജീവിത പ്രശ്നങ്ങളുടെ മേഖലകൾ ഭാരപ്പെടുന്നവരെ, അതിൻ്റെ ഉത്തരം കർത്താവ് പറയുന്നു, ഞാനാണ് നിൻ്റെ വാക്കിൻ്റെ അവസാനം, ഞാനാണ് നിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം. കോടതിയല്ല, നാട്ടുകാരല്ല, വീട്ടുകാരല്ല, കൂട്ടുകാരല്ല, ഡോക്ടറല്ല, മറ്റാരുമല്ല. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന വാക്ക് അത്യുന്നതനായ
അത്യുന്നതനായ ദൈവം, എല്ലാത്തിന്റെ മുകളിലുള്ളവൻ, എല്ലാം നിയന്ത്രിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പേരാണ് എൽ എലിയോൻ, അത്യുന്നതനായ ദൈവം. ഹല്ലേലൂയ. ഉറക്കെ സ്തുതിച്ചേ. ആരാണ്? രാജാവേ പോയിട്ടുള്ളൂ. 52 വർഷം നാട് ഭരിച്ച രാജാവ് നീങ്ങിയെങ്കിലും യുഗങ്ങളായി നമ്മൾ ഹല്ലേലൂയ, ആദ്യനും അന്ത്യനുമായ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി മരിക്കാത്തവനായി ഉയരത്തിലുണ്ട്. ഇവിടെ തലമുറകൾ വരും പോകും, ഇവിടെ ജനിക്കും മരിക്കും, എന്നാൽ ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ ഭവനത്തിൽ ആ സ്ഥലത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ കർത്താവാണ് എല്ലാത്തിൻ്റെ മീതെയുള്ള ദൈവം, അത്യുന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം. എത്രയോ ജീവിത സാഹചര്യങ്ങളിൽ ലാസ്റ്റ് വാക്കിൻ്റെ മുമ്പിൽ കർത്താവേ ഇനി എന്തു ചെയ്യുമെന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ ഒരു സമാധാനം ദൈവം തന്നു. അവസാന തീരുമാനം എൻ്റേതായിരിക്കും. അത് നീ കാത്തിരുന്ന് കണ്ടാൽ മതി. കാലം മുമ്പോട്ട് പോയപ്പോൾ ഞാൻ കണ്ടു എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ. ചിലപ്പോൾ നമ്മളോർക്കും കർത്താവ് എന്താ സൈലൻ്റ് ആണെന്ന്. കർത്താവ് സൈലൻ്റ് ആണെങ്കിലും കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ചിലപ്പോൾ സൈലൻ്റായിട്ട് തോന്നിയാലോ അവിടുത്തെ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കും. അത്യുന്നതനായ ദൈവം. ലൈവിലിരുന്നു കൊണ്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളെ കാണില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന വാക്ക്, നിങ്ങളുടെ ഈ പ്രതിസന്ധിയുടെ ലാസ്റ്റ് തീരുമാനം നിങ്ങളുടേതല്ല, അവരുടേതല്ല. അതിൻ്റെ മുകളിൽ ഒരാളുണ്ട് കുഞ്ഞേ, ഒരാളുണ്ട്. ആ ദൈവത്തിന്റെ പേര് എൽ എലിയോൻ, അത്യുന്നതനായ ദൈവം. ഹല്ലേലൂയ. ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട സഹോദരപുത്രനെ പിടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത്യുന്നതനായ ദൈവം അബ്രഹാമിനോട് വെളിപ്പെടുകയാണ്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നു, നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കും. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന് മക്കളുണ്ടായില്ല. അന്ന് 85 വയസ്സ് കഴിഞ്ഞു. ഏതാണ്ട് 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞിട്ടും ആരില്ല, കുഞ്ഞുണ്ടായിട്ടില്ല. കുഞ്ഞുണ്ടാകാതിരുന്നപ്പോൾ അബ്രഹാം സങ്കടപ്പെട്ടിട്ട് ആ സങ്കടം അബ്രഹാമിനെക്കാട്ടും കൂടുതൽ സങ്കടപ്പെട്ടത് ആരായിരിക്കാം? സാറയായിരിക്കും. അതിന് പ്രത്യേക കാരണമുണ്ട്. പ്രകൃതി ഒരു സ്ത്രീയെ ജനിപ്പിക്കുമ്പോൾ ആരാകാൻ വേണ്ടിയുള്ള വിളിയാ? അമ്മയാകാനുള്ള വിളിയാ. നിഷേധിക്കേണ്ട. അമ്മ ആകാൻ ആർക്കേ കഴിയുള്ളൂ? സ്ത്രീക്കേ കഴിയുള്ളൂ. സ്ത്രീക്ക് അമ്മയാകാൻ വേണ്ടിയുള്ള വിളിയാണ്. ഇന്ന് സ്ത്രീ പുരുഷനാകുന്നുണ്ട്, പുരുഷൻ സ്ത്രീ ആകുന്നുണ്ട്, എല്ലാം സത്യമാണ്. പക്ഷേ ഈയിടയ്ക്ക് സ്ത്രീ പുരുഷനായി, പുരുഷൻ സ്ത്രീയായി. കല്യാണം കഴിച്ചപ്പോൾ ആദ്യത്തെ ഒറിജിനൽ സ്ത്രീ തന്നെയാണ് പ്രസവിച്ചത്. കിളി പോയില്ലേ? അപ്പൊ ദൈവം വിളിച്ചത് ഒരു സ്ത്രീയെ ആരാകാനാ? അമ്മയാകാനാ. പിണങ്ങല്ലേ, എന്നെ മോശപ്പെട്ടവനായിട്ടൊന്നും കരുതരുത്. സ്ത്രീകൾക്ക് പൊതുവെ ഇവിടെ ഒരു ഏണുണ്ട്, ഒക്കുണ്ട്. ഒക്കത്ത് വെക്കാന്നൊക്കെ പറയത്തില്ലേ? ആണുങ്ങളുടെ ഒക്കത്ത് കൊച്ചു വെച്ചാൽ ഡ്രിങ്ങെന്ന് താഴെ പോവും, പുങ്ങെന്നങ്ങ് പോകത്തില്ലേ? സ്ത്രീയുടെ ഒക്കത്താണ് എങ്ങനെങ്കിലുമൊക്കെ പിടിച്ചിരിക്കും. എന്തിനാ തമ്പുരാൻ ഈ ഒക്ക് കൊടുത്തേക്കുന്നേ? എന്തിനാ? സൗന്ദര്യത്തിന് വേണ്ടി മാത്രമല്ല. ആരെ വെക്കാനാ? കൊച്ചിനെ വെക്കാനാ. അപ്പം കൊച്ച് ചെറിയ കാര്യമല്ല. അപ്പം സാറയ്ക്ക് മക്കളില്ല, സങ്കടപ്പെട്ടു. അബ്രഹാം ഭർത്താവിനെ നിർബന്ധിച്ചു. ഒടുവിൽ ആഗറിൽ അന്നൊരു കഷ്ടമാണ്. സരോഗറ്റ് മദർഹുഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുക. അതല്ല, മൂത്തദാസിയിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നൊരു കഷ്ടം അന്നുണ്ടായിരുന്നു. ആ കഷ്ടത്തിൽ ആഗറിനെ കൊടുക്കുന്നു. അത് അന്നത്തെ ഒരു പുരാതന കഷ്ടമാണ്. ഇന്ന് അങ്ങനത്തെ കഷ്ടമല്ല. ഇന്ന് കഷ്ടമല്ല, പീഡനമാണ്. അന്നതെന്താണ്? കഷ്ട. ആ കഷ്ടത്തിൽ ഒരു കുഞ്ഞുണ്ടായപ്പം രണ്ടുപേരും മാറി. ആഗറും മാറി, സാറയും മാറി. ആഗറിന്റെ കണ്ണിന് യജമാനത്തി എന്തായി? നിന്ദിതയായി. കാരണം ഇന്നലെ വരെ അബ്രഹാം വരുമ്പം ആഗർ വഴിക്കോട്ട് പോത്തില്ലായിരുന്നു. ഇപ്പം എന്താണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തെ അവൾ പതുക്കെ ഇവിടെ വന്നേക്കുക, ചേട്ടാ കാപ്പി വേണം, ആണെങ്കിൽ അവളെ കൊണ്ടുവരട്ടെ, ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ഇത് കേൾക്കുമ്പോൾ ആർക്ക് കൊണ്ടു? സാറായി. സാറാ അവളോട് കാഠിന്യം തുടങ്ങി. അവൾ എന്ത് ചെയ്തു? ഓടിപ്പോയി. ക്ഷമിക്കണേ, കല്ലെറിയല്ലേ, സത്യമാണ്. എവിടെയും സ്ത്രീജനമാണ്. പാവം പിടിച്ച സ്ത്രീകളെ കൺവെൻഷൻ നടത്തുന്നത്. എന്നാലും പറയട്ടെ, ഓടിക്കണമെന്ന് വെച്ചാൽ ഇവളുമാർ ഓടിക്കും. അതങ്ങനെയാണ്. പിണങ്ങരുത്. ഓടിക്കണമെന്ന് തീരുമാനിച്ചോ ഓടിക്കും. ഇവർ ഓടിക്കണ്ടെന്ന് തീരുമാനിച്ച ഓടിക്കത്തുമില്ല. ഞാൻ എത്രയോ സ്ഥലത്ത് കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ സഭയിൽ അച്ചായന്മാർ പലപ്പോഴും പാവകളാ. സ്പ്രിങ് ഇങ്ങനെ കീ കൊടുക്കുന്ന പോലെ. അമ്മമ്മ കീ കൊടുത്താൽ അച്ചായൻ ചാടും.
അമ്മാമ്മ പറയാ, അവിടെങ്ങാനും പോയിട്ട് ഇന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പാസ്റ്ററോട് വല്ലോം പറഞ്ഞിട്ട് ഇവിടെങ്ങാനും കയറി വന്നെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം, മിണ്ടുവോ? ഉള്ള പറ, നിങ്ങളുടെ കെട്ടിയോ മിണ്ടുവോ? എന്നെ നോക്കണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി. മിണ്ടുവോ? മിണ്ടത്തില്ല. എന്നാൽ രണ്ട് പറഞ്ഞേക്കാൻ ഒന്ന് സ്പ്രിങ് കൊടുത്തേ, പുള്ളി എപ്പം പറഞ്ഞെന്ന് ഓർത്താൽ മതി. അപ്പം ഏതായാലും ഓടി, ആഗർ ഓടിപ്പോയി. ആരാ ആഗർ? ഗർഭിണി. ആരാണവൾ? വെറൊരു ഗർഭിണി. അവൾ ആരാ? അനാഥ. അവൾ ആരാ? ദാസി. അവളെ ആര് കാണാൻ? അവൾ അവിടെ പോയി മരുഭൂമി കിടക്കുക, ശൂർ മരുഭൂമി. ദൈവം വന്നു, ആഗറേ വിളിക്കുകയാണ്. ദൈവം വിളിച്ചു. യഹോവയുടെ ദൂതൻ അവളോട് പറഞ്ഞു, നിന്റെ യജമാനത്തെ അടുക്കൽ നീ എന്നിട്ട് അവക്ക് എന്ത് ചെയ്യണം? നീ പോകും, നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും, നീ ഗർഭിണിയാ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവന് ഇശ്മായേലിന്റെ പേര് വിളിക്കണം. എന്നിട്ട് അവനെക്കുറിച്ചുള്ള കുറച്ച് ദൂതൊക്കെ പറഞ്ഞു. ഈ ഗർഭിണി ഒരു വാക്ക് പറഞ്ഞു. 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം അവൾ പറയുക, എന്നാറേ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോയി എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറ്റിന്റെ പേർ ലഹേ റോയ് എന്ന് പേരായി. ഭയങ്കര വാക്കാണ്. ഗർഭിണി. അവൾ ഗർഭിണിയാ, അവൾ അനാഥയാ, അവൾ ദാസിയാ. വേലക്കാരത്തി ആര് കാണാൻ? ഈ വേലക്കാരത്തി ഇറങ്ങിപ്പോയ അവിടെ ആധാർ കാർഡ് എവിടെ? അന്ന് ആധാറുണ്ടോ? ഇവൾക്ക് പേരുണ്ടോ? ഇവളാരാ? ഏതോ അന്യ സംസ്ഥാന സഹോദരി. ഒരുപക്ഷെ ഇന്നവരെയൊക്കെ കണ്ടുപിടിക്കുക ആധാറുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ അതൊക്കെ പാടല്ലേ, അവൾക്ക് വേണ്ടി നോക്കാൻ ആരാ ഉള്ളേ? പക്ഷേ അവളൊരു കാര്യം പറഞ്ഞു, എന്നെ കാണുന്ന ഒരുവനുണ്ട്. അവൾ ആ ദൈവത്തിനിട്ട പേരാ എൽ റോയി, എന്നെ കാണുന്ന ദൈവം. ഈ രാത്രി ഞാൻ പറയട്ടെ, നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഏത് അനാഥയും ഏത് വിധവയും ഏത് ഓടിപ്പോന്നവളെയും കാണുന്നവന്റെ പേരാ എൽ റോയി. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു എന്ന് പറഞ്ഞ് അവൾ ആ സ്ഥലത്തിന് പേരിട്ടു റോയി, എൽ റോയി, എന്നെ കാണുന്ന ദൈവം. കരമുയർത്തി ഒന്നും പറഞ്ഞേ, എന്നെ കാണുന്ന ഒരു ദൈവം. കുഞ്ഞുങ്ങളെ, കാണുന്നൊരു ദൈവമുണ്ട്. ഉള്ളതുപോലെ കാണും, ആരും കാണാനില്ലാത്തപ്പോഴും കാണും. അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയ്ക്കടുത്ത്, നമ്മുടെ നാടിനടുത്ത് ഒരു സാധു പാടി, ആരും സഹായമില്ലാതെ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവൻ എന്നെ കാണുന്ന ഒരുവനുണ്ട്, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ട്. കരമുയർത്തി പാരും സഹായമില്ലല്ല വാരിൽ കണ്ടും കാണാതെ പോകുന്നവർ ആരും സഹായമില്ലല്ല വാരിൽ കണ്ടും കാണാതെ പോകുന്നവർ എന്നാലെനിക്കൊരു സഹായകൻ ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരും കാണാനില്ലാത്തവനെ കാണുന്ന ഒരുവനുണ്ട്. അവിടുത്തെ പേര് എൽ റോയി. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. നമ്മളെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. എന്നെ കാണുന്നവനെ ഞാൻ കാണും, ഇവിടെയും കാണും, എവിടെയും അവൻ എൻ്റെ കണ്ണുകൾ എന്നെ കാണും. ആരും കാണാനില്ലാത്ത സ്ഥലത്ത് വെച്ച് അവൻ എന്നെ കാണും, ആരും സഹായിക്കാനില്ലാത്തത് വെച്ച് അവൻ എന്നെ കാണും, ആരും കാണാനില്ലാത്തവരെ കാണും, അനാഥനെ കാണും, ഗർഭിണിയെ കാണും, ദാസിയെ കാണും, യജമാനെ കാണും. എന്നെ കാണുന്നവൻ്റെ പേര് എൽ റോയി, എന്നെ കാണുന്ന ദൈവമുണ്ട്. അതിന്ന് ഹൃദയത്തിൽ നിന്ന് പറയാൻ കഴിയുന്നവർ കരമുയർത്തി പറഞ്ഞേ, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, എന്നെ നിന്നെ ഉള്ളതുപോലെ കാണുന്നൊരു ദൈവമുണ്ട്. കൊമ്പിട് ദേശമേ, എനിക്ക് ഈ ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവൻ കാണുന്ന ദൈവമാണ്, അവൻ കാണുന്ന ദൈവമാണ്. മിസ്രയീമിൽ ദാസി ഓടിപ്പോയപ്പോൾ അവളെ കണ്ട ദൈവം.
വേഗത്തിൽ പോട്ടെ. 17-ാം അധ്യായം 1-ാം വാക്യം. അബ്രഹാമിന് 90, എൻ്റെ കൂടെ വരണേ, ബൈബിളൂടെ തുറന്നു വന്നാൽ കൂടുതൽ മനസ്സിലാക്കാം. 99 വയസ്സായി. 16-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ എത്ര വയസ്സ്? 86 വയസ്സ്. 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എത്ര വയസ്സ്? 99 വയസ്സ്. വ്യത്യാസം 99 - 86 സമം 13 വർഷം. ആരും മിണ്ടിയില്ല, ദൈവം മിണ്ടിയില്ല. കാരണം ഇസ്മായിൽ ജനിച്ചു, ദൈവം പറഞ്ഞില്ല. ദൈവം മിണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ദൈവം മിണ്ടായിരുന്നാലും മിണ്ടിയാലും നമ്മൾ അറിയത്തില്ല. പക്ഷെ അതാണോ അബ്രഹാം? അല്ല. കൂടാരം പൊക്കണമെങ്കിൽ ആര് പറയണം? ദൈവം പറയണം. എന്നും കേട്ടോണ്ടിരുന്നവൻ മിണ്ടായിരിക്കുക. കർത്താവ് പറഞ്ഞു കട്ടീസ്, വെട്ടി. കൂട്ടായിരുന്നു ഇവർ തമ്മി, വെട്ടി. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. കൂട്ട് വീടാൻ വന്നതും ആരാ? ദൈവം വന്ന് അബ്രഹാം പറഞ്ഞു, എങ്ങനെ ഞാൻ നിന്നോട് മിണ്ടായിരിക്കാൻ എനിക്ക് നോക്കില്ല. മനുഷ്യനോട് പിണങ്ങി ജീവിപ്പാൻ തമ്പുരാന് കഴിയത്തില്ല. എത്രയോ വട്ടം ഞാനും നിങ്ങളും ഒക്കെ അകന്നു പോയി, എന്നിട്ടും തേടി വന്ന് വിളിച്ചില്ലേ? അതിൻ്റെ കാര്യം എന്നാ? അവൻ അങ്ങനെ കഴിയുള്ളൂ, അവിടുന്ന് അങ്ങനെ കഴിയുള്ളൂ. കർത്താവ് വന്നു, അബ്രഹാമിനെ വിളിച്ചു, പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. സർവശക്തിയുള്ള ദൈവം. ആ ദൈവത്തിന്റെ പേര്. നിനക്ക് 99 വയസ്സായി, ഇനി ഒരു കാര്യവും നടക്കില്ല, നിനക്കൊരു കുഞ്ഞിനെ കിട്ടില്ല. പക്ഷെ അതിനിടയ്ക്ക് നീ നിന്റേതായ വഴികളൊക്കെ പോയി. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ പറഞ്ഞത് നിവർത്തിയിരിക്കാൻ ഞാൻ ശക്തിയുള്ള ദൈവം. ഐ ആം എൽ ശദ്ദായി, ഐ ആം മോർ ദാൻ ഇനഫ്. നിന്റെ പരിമിതികളുടെ മേലുള്ള ദൈവത്തിന്റെ പേരാണ് എൽ ശദ്ദായി. ഹല്ലേലൂയ. എൽ ശദ്ദായിയായ ദൈവം. ആ ദൈവം അബ്രഹാമിന് ഒരു മകനെ കൊടുക്കുകയാണ്. പേരെന്താണ്? ഇസഹാക്കാണ്. കാലം മുമ്പോട്ട് പോകുന്നു, ഇസഹാക്കാണ്. ഇസഹാക്ക് ആ ദൈവത്തെ യാക്കോബിന് കൊടുക്കുന്നുണ്ട്. യാക്കോബിന്റെ കാലം മുമ്പോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 48-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനന്തരം 48, അനന്തരം ജോസഫിന് അവന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു. ഉടനെ അവൻ മനശ്ശെ, എഫ്രൈം എന്ന 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് ചെന്നു. നിന്റെ മകൻ യോസേഫ് ഇതാ വരുന്നു എന്ന് യാക്കോവിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടലിന്മേൽ ഇരുന്നു. ഞാൻ ഇതിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കേട്ടോ. ഞാൻ വളരെ ശാന്തമായിട്ടാ പറയും. ഇത് വിഷ്വലൈസ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. യാക്കോബിന്റെ അന്നത്തെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് 48-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. എന്നാറേ അവൻ എന്ത് വയ്യ? ഇസ്രായേലിന്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി. മതി. യാക്കോബാണ് ഇസ്രായേലിന്റെ കണ്ണ് എന്ത് ചെയ്തു? മങ്ങി എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാൻ വയ്യാത്ത ഈ അപ്പൻ കട്ടിലേ ഇരുന്നിട്ട് ഒരു വാക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തന്നെത്താൻ എന്ത് ചെയ്തു? ഉറപ്പിച്ചു. ഇങ്ങനെ വിറച്ച് കട്ടിലേ ഇരിക്കുമ്പോൾ പിടിച്ചില്ലെങ്കിൽ താഴെ പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒന്നീ തലവിടെ വെച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഒരാൾ അവിടെ ഇരിക്കും ആളുടെ ദേഹത്തോട്ട്. ഇദ്ദേഹം തന്നെത്താൻ ഉറപ്പിച്ചിട്ട് ഒത്തിരി പ്രായമുണ്ട്, കണ്ണ് കാണുന്നില്ല, ഓർമ്മ തികഞ്ഞെടുത്തു. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഇത് മറവിയില്ല. ഡിമെൻഷ്യ ഉണ്ടോ? ഇല്ല. ഡിമെൻഷ്യ ഇല്ലാത്ത യാക്കോബ് ഓർക്കാൻ ശ്രമിക്കുക. ഓർത്തിട്ട് പറഞ്ഞു, എനിക്കൊരപ്പനുണ്ടായിരുന്നു, അപ്പനും കണ്ണ് കാണത്തില്ലായിരുന്നു. അപ്പന് കണ്ണ് കാണാതിരിക്കപ്പോൾ ഞാനൊരു കുസൃതി ഒപ്പിച്ചു. അനുഗ്രഹം ചോദിച്ച് അപ്പൻ ചേട്ടനെ പറഞ്ഞു വിട്ടപ്പം ഞാൻ ലോകത്ത് ആദ്യമായിട്ട് ഫാൻസി ഡ്രസ്സ് കളിച്ചു. ലോകത്താദ്യം ഫാൻസി ഡ്രസ്സ് കളിച്ച ആരാ? യാക്കോബ. എന്തോ പരിപാടിയാ കാണിച്ചെന്നറിയാം. രോമമുള്ള ഉടുപ്പൊക്കെ ഉണ്ടാക്കി അനിയൻ ചേട്ടനായി വന്നത് ആരാ? ഉള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച്. ഈ സംഭവം നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ സംഭവം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകം എവിഡൻസുകളുടെ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ കണ്ണ് കാണാത്ത ഈ അപ്പൻ യാക്കോബിനോട് പറയുന്നുണ്ട്, കുഞ്ഞെ നീ ഓടിപ്പോകാൻ പറയുമ്പോൾ ഒരു കാര്യം പറയുന്നു. 28-3 സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഈ ഇസഹാക്കിന് കണ്ണ് കാണാത്ത ഈ മോന് സർവശക്തനെ എവിടുന്ന് കിട്ടിയതാ? അബ്രഹാമിന് കിട്ടിയതാ. 99 വയസ്സിൽ ദൈവം പറഞ്ഞു, ഞാൻ സർവശക്തനാ. തീർച്ചയായിട്ടും ആ കാര്യം ദൈവം അബ്രഹാം ആരോട് പറഞ്ഞിട്ടുണ്ട്? മോനോട് പറഞ്ഞു. മോന് പ്രായമായി,
ഒരിക്കൽ പോലും ഇനി യാക്കോബിനെ കാണില്ല. മീറ്റിംഗ് ആൻഡ് പാർട്ടിങ് ബോത്ത് ആർ പെയിൻഫുൾ എന്നാ പറയുക. ഒരിക്കലും കാണാത്ത, തിരിച്ചുവരവില്ലാത്ത ഒരു യാത്രയ്ക്ക് ഒരുങ്ങുക. ഇത് നമ്മൾ ചിലപ്പോഴൊക്കെ കാണാം. ഒത്തിരി പ്രായമുള്ളവർ, അസുഖമായവരെ കാണാൻ വന്നിട്ട് പിള്ളേർ നിവൃത്തിയില്ലാതെ തിരിച്ചു പോകുമ്പോൾ സങ്കടപ്പെട്ടാ പോവുക. ഇനിയും കാണുമോന്നറിയില്ല. അവർ തിരിച്ചു കയറി ഒരു ഉമ്മയുടെ കൊടുക്കും, പിന്നെയും പോയിട്ട് ഒരു ഉമ്മയുടെ കൊടുക്കും, പോവാ ഇനി കാണത്തില്ല. ഇസ്ഹാക്കിനും മനസ്സിലായി ഇനിയും കാണില്ല, കണ്ണും വയ്യ. മോനോട് പറഞ്ഞു പൊയ്ക്കോ, പക്ഷെ നിന്റെ കൂടെ ഒരാൾ കാണും, സർവശക്തനായ ദൈവം. അത് യാക്കോബ് കണ്ണ് കാണാന്നപ്പോൾ ഓർത്തെടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഓടി കല്ല് തലയണയായി വെച്ച ഒരു മരുഭൂമി, കല്ല് തലയണയായി വെച്ച ഉറക്കം വരുമോ? ഇല്ല, ഒന്നും വേണ്ട. കട്ടിത്തലവണ വെക്കരുത്, സ്പോണ്ടിലൈസിസ് ഉണ്ടാകും. ശരിയാണോ? അതുകൊണ്ട് ഇത്രയും സോഫ്റ്റ് ആകുക. ചിലർ പറയുന്ന തലവണ പോലും പാടില്ലെന്ന്. എന്നാലും സോഫ്റ്റ് തലവണയിൽ കൂടുതൽ പാടില്ല. പിന്നെ കല്ല് വെച്ചാൽ ഉറങ്ങുമോ? ഉറങ്ങില്ല. അങ്ങനെ കിടക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ലൂസിൽ വെച്ച് സർവശക്തിയുള്ള ദൈവം, തുറക്കപ്പെട്ട സ്വർഗം, ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. അന്ന് എന്നെ അനുഗ്രഹിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരെന്താ? സർവശക്തൻ. ആ സർവശക്തൻ അപ്പം പറഞ്ഞു കൊടുത്ത് പൊയ്ക്കോളാൻ ആ ദൈവം അനുഗ്രഹിച്ച വഴികൾ പറയുന്നുണ്ട്. വീണ്ടും മുമ്പോട്ട് പോകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 35-ാമത്തെ അധ്യായത്തില് യാക്കോബ് ഓർത്തെടുക്കുകയാണ് ഇതെല്ലാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ യാക്കോബ് ഇങ്ങനെ ഓടിപ്പോയിട്ട് 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു. ചേടത്തി അനിയത്തിയും. പേരെന്താ? ലേയയും റാഹേലും. ലേയയ്ക്ക് കണ്ണിന് ശോഭയില്ലായിരുന്ന കൊണ്ട് സ്നേഹം തോന്നിയത് ആരോടാ? റാഹേലിനെ വെച്ച കിണറ്റിന്റെ അരികെ വെച്ചുണ്ടായ ഒരു പ്രേമം. പക്ഷെ അതിന് അപ്പം തടസ്സമായി. കഷ്ടം. മൂത്തതിനെ കെട്ടണം. കെട്ടി. വീണ്ടും അനിയത്തെ കെട്ടി. 2 പേരുമായിട്ടൊക്കെ ജീവിച്ചു. അങ്ങനെ പോകുമ്പോൾ കൂടുതൽ സ്നേഹിച്ചത് റാഹേലിനെയാണ്. ഒരു നിർണായകമായ പ്രതിസന്ധി യാക്കോബിന്റെ ജീവിതത്തിൽ വരികയാണ്. യാക്കോബ് ഒത്തിരി സന്തോഷിച്ച ഒരു ദിവസമുണ്ട്. തൻ്റെ ഭാര്യ റാഹേൽ ഗർഭിണിയായി. ഒരു കുഞ്ഞിനെ കൂടെ തരികയാണ്. പ്രത്യേകിച്ച് സ്നേഹിച്ച ഭാര്യ ഒരു കുഞ്ഞിനെ കൊടുക്കുകയാണ്. യാക്കോബിന് സന്തോഷമായി. പക്ഷെ എൻ്റെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ഭയങ്കര പ്രതിസന്ധിക്ക് മുമ്പ് വചനം കൊടുക്കും. വലിയൊരു പ്രതിസന്ധിയിലേക്ക് യാക്കോബ് പോകാൻ നേരത്ത്, പക്ഷെ യാക്കോബ് സന്തോഷിച്ചിരിക്കുക. ഭാര്യ ഗർഭിണിയാ. അടുത്ത ദിവസം പ്രസവിക്കും, അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ പ്രസവിക്കും. എപ്പോഴാണ് നമുക്ക് അവിടെ അറിയില്ല. ദൈവം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, 11-ാം വാക്യം 35, ദൈവം പിന്നെ അവനോട്, ഞാൻ ആരാണ്? സർവശക്തിയുള്ള ദൈവമാകുന്നു. സർവശക്തിയുള്ള ദൈവമാകുന്നു. എല്ലാവരും പറഞ്ഞേ, ആരാ? എൽശദായ. നിന്റെ അപ്പൻ ഇസ്ഹാക്ക് നിന്നോട് പറഞ്ഞില്ലേ ലൂസിലോട്ട് പോകാൻ നേരത്ത്, ഇനി ഞാൻ നിന്നെ കാണുമെന്നറിയില്ല, നമ്മൾ എന്നേക്കുമായിട്ട് പിരിയായിരിക്കാം, പക്ഷെ കുഞ്ഞെ മറക്കല്ലേ, ഞാൻ മരിച്ചാലും ഞാൻ നിന്നെ കണ്ടില്ലേലും ഒരു ദൈവമുണ്ട്, എൽശദായ. ആ ദൈവം ലൂസിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടു. മുമ്പോട്ട് പോകുമ്പോൾ ആ ദൈവം യാക്കോബിനോട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവ, നിന്റെ കടിപ്രദേശത്തു നിന്ന്, അങ്ങനെയാണ് പറയുക, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക, ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ ഉത്ഭവിക്കും, രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്തിൽ നിന്നും പുറപ്പെടും. പ്രസന്റ് ടെൻസ് ഓർ പാസ്റ്റ് ടെൻസ് ഓർ ഫ്യൂച്ചർ ടെൻസ്? ഏതാ? ഭാവിയ. പുറപ്പെടും. വലിയ സന്തോഷമായി. ദൂതൊക്കെ കേട്ടു. പുറപ്പെടും. ഇച്ചിരി കഴിഞ്ഞപ്പം ദൂത് നിവൃത്തിയായി. ആര് മരിച്ചു? ഭാര്യ മരിച്ചു. ഭാര്യ മരിക്കുകയും പ്രസവം നടക്കുകയും കൂടെ വരണം. പ്രസവം നടന്നപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി മരിക്കുക. അമ്മ കുഞ്ഞിന് പേരിട്ടു ബെനോനി, അർത്ഥം സങ്കടത്തിന്റെ പുത്രൻ. ഇച്ചിരി മുമ്പ് അപ്പൻ തകർന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു വ്യക്തിക്ക്, ഒരു കുഞ്ഞിന് അപ്പനെ വേണം. പക്ഷെ അപ്പനെക്കാട്ടിൽ കൂടുതൽ കുഞ്ഞിന് ആരെ വേണം? അമ്മ വേണം. പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട്, പെൺകുഞ്ഞാണെങ്കിൽ ആര് വേണം? അമ്മ വേണം. കുഞ്ഞിന് അമ്മ വേണം. അച്ഛൻ ഗൾഫിലാണെങ്കിൽ പിള്ളേർ എങ്ങനെയെങ്കിലുമൊക്കെ അമ്മ പിള്ളേരെ വളർത്തും. അമ്മ ഗൾഫിലാണെങ്കിൽ സത്യത്തിൽ വലിയ പാടാ കേട്ടോ, വലിയ പാടാ പിള്ളേരെ വളർത്താൻ. അച്ഛൻ വിരട്ടാനേ അറിയത്തുള്ളൂ. അമ്മ എങ്ങനെയെങ്കിലുമൊക്കെ കാര്യം സാധിക്കും. അച്ഛൻ ഒന്നുകിൽ അടി, ഇടി, വെടി. അമ്മയോ? അമ്മ ഒന്നീ കരഞ്ഞ് കാണിക്കും, അല്ലേ ഒന്നുമില്ല തന്നെത്താൻ ഇടിക്കും, അല്ലേ ഒന്നുമില്ലേ അമ്മ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. അവനെ അവസാനം പരിധിക്ക് കൊണ്ടുവരും. അതിന് കുറച്ച് കഴിവ് അമ്മയ്ക്കുണ്ട്. എന്നാൽ ഇന്ന് പാടാ, എന്നാൽ പോരും. ഈ കുഞ്ഞിനെയും കൊണ്ട് എന്തോ ചെയ്യും?
എന്തോ ചെയ്യും? അമ്മ പേരിട്ടു ബെനോനി. ചോര കുഞ്ഞ്, അമ്മയില്ലാത്ത കുഞ്ഞ്. ഇവനെ താരാട്ട് പാടാൻ ആരാ ഉള്ളേ? ഇവൻ ആരും പാല് കൊടുക്കും? ഇവനെങ്ങനെ വളരും? യാക്കോബ് അസ്തപ്രജ്ഞനായി, യാക്കോബ് ബലഹീനായി. പെട്ടെന്നോർത്തു, ഇച്ചിരി മുമ്പ് ദൈവം പറഞ്ഞു അയാൾ മെൽശദായി. ചോരക്കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് അമ്മയിട്ട പേരവൻ തിരുത്തി. ബെനോനിയല്ല, ബെന്യാമീൻ, അർത്ഥം വലങ്കൈയുടെ പുത്രൻ. അമ്മ മരിച്ചാലും ഈ കുഞ്ഞിനെ വലങ്കൈ താങ്ങാൻ നിർത്തിക്കും. പ്രിയരെ, അമ്മയില്ലാത്ത കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് യാക്കോബ് പറഞ്ഞു, അമ്മ പോയാലും ഒരാളുണ്ട്, സർവശക്തനായ എലിശദ. പിന്നെ കാലം പോയപ്പോൾ ബെന്യാമിനെ കുറിച്ച് പറയുന്നു, അവൻ കടിച്ചു കീറുന്ന ചനായി. ബെന്യാമിനെ നീ എങ്ങനെ ഇങ്ങനായേ? പറയും, അമ്മയില്ലാതെ വളർന്നെങ്കിലും അപ്പം കയ്യിലെടുത്ത് പാടി, അമ്മയില്ലാത്ത കുഞ്ഞിനെ വലം കൈക്ക് പിടിക്കാൻ ഒരു ദൈവമുണ്ട്, സർവശക്തൻ. പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പറ്റമ്മയെ കവിഞ്ഞാത്രവാനും. പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പറ്റമ്മയെ കവിഞ്ഞാത്രവാനും. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാം കർത്താവ്. ഈ രാത്രി എന്നെ കേൾക്കുന്നവരെ, അനാഥപ്പെട്ടുപോയ അമ്മയില്ലാത്ത കുഞ്ഞിന്റെ വലങ്കരം പിടിക്കും ദൈവം. രാജാക്കന്മാർ നിന്റെ കടിപ്രദേശത്ത് ഉത്ഭവിക്കും. നിവർത്തീകരിച്ചു. എങ്ങനെ? പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ശമൂവേലിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ ഒരു രാജാവിനെ വാഴിക്കണമെന്ന് പറയുമ്പോൾ, രാജാവ് പോയിട്ട് ശമൂവേൽ വാഴിക്കുന്ന ഒരു പയ്യനുണ്ട്. ശൗല് ഏത് ഗോത്രത്തിൽപ്പെട്ടവനാ? ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ടവനാ. അമ്മ പോയാലും തമ്പുരാൻ മറക്കുന്ന ദൈവമല്ല, അവൻ വലങ്കരം പിടിച്ച് നടത്തുന്ന ദൈവ. ആ ദൈവത്തെ യാക്കോബ് ഓർത്തിട്ട് ഈ മക്കളെ അനുഗ്രഹിക്കുക. കണ്ണ് കാണാത്ത അപ്പന് തലമുറയായി കൈമാറി വന്നൊരു ദൈവമുണ്ട്, സർവശക്തനായ ദൈവം, എൽ ശദ്ധായിയായ ദൈവം. ഈ രാത്രി എന്നെ നിന്നെ കാണുന്ന ഒരു ദൈവം ഈ പന്തലി വന്നിട്ടുണ്ട്. 2 പ്രതിസന്ധിക്ക് മുമ്പിൽ വചനം കൊടുത്തു. പ്രതിസന്ധിക്ക് മുകളിൽ എൻ്റെ എത്രയോ ജീവിത സാഹചര്യങ്ങളിൽ വലിയ പ്രതിസന്ധിക്ക് മുമ്പിൽ ഒരു സമാധാന വാർത്ത പലപ്പോഴും കിട്ടാറുണ്ട്. ദൈവത്തിന് വചനം നമുക്കപ്പം അറിയില്ല എന്താ സംഭവിക്കുകയെന്ന്, പക്ഷേ അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. നീ തളർന്നു പോകാതിരിക്കാൻ തമ്പുരാൻ കരം പിടിക്കുക. ആ ദൈവത്തിൻ്റെ പേര് എൽ ശദ്ധായി. ഉൽപ്പത്തി പുസ്തകം 17-ാമത് അധ്യായത്തിൽ ഈ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും മുമ്പോട്ട് പോകട്ടെ, പെട്ടെന്ന് മുമ്പോട്ട് പോകുക. 22-ാമത് അധ്യായം. 22-ാം അധ്യായത്തിൽ ഇസഹാക്ക് വലുതായി, ഒരു മോനെ വളർത്തുകയാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ മകനെ, നമ്മളിതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? പക്ഷെ ചിന്തിച്ച് നോക്കിയേ, അബ്രഹാം ദൈവം പറഞ്ഞു, നീ പോയിട്ട് ഈ കൊച്ചിനെ യാഗം കഴിക്കണം. കൊച്ചിനെ യാഗം കഴിക്കാൻ വേണ്ടി അബ്രഹാം ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട്, ബാല്യക്കാരെ കൂട്ടിക്കൊണ്ട് പോയി. സംഭവം എല്ലാം സത്യമാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം യാഗമല്ല. ഈ അബ്രഹാം തിരിച്ചെങ്ങനെ വീട്ടിൽ കയറും? നിങ്ങളുള്ള പറ, ഈ അബ്രഹാം തിരിച്ചെങ്ങനെ വീട്ടിൽ വരും? നിങ്ങൾ പറഞ്ഞേ. അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ കൊലക്കേസ് കേട്ടുണ്ട്. രാജൻ കൊലക്കേസ് രാജനെവിടാന്ന് അറിയില്ല, ഹോസ്റ്റലിൽ നിന്ന് ആണോ? ഞാൻ ശരിയാണോ പറയുന്നത്? ആരെങ്കിലും സന്തോഷേ, ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചോണ്ട് പോയല്ലേ രാജൻ, പിന്നെ കണ്ടിട്ടില്ല ആണോ? രാജൻ കൊലക്കേസ്. അമ്മ, ഞാൻ എവിടെയോ വായിച്ചു, അമ്മ അപ്പനെ പിടിച്ചിങ്ങനെ കുലുക്കുമായിരുന്നു പ്രായമായപ്പോൾ. അവൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും കെട്ടി താണ്ടി ഇവിടെ ഒരുത്തൻ ഇരിക്കുക. ചെറുക്കൻ്റെ കല്യാണത്തെക്കുറിച്ച് ഒരു ചിന്തയില്ല. അമ്മയ്ക്ക് പൈത്തായിപ്പോയി. അമ്മ അപ്പനെ പിടിച്ച് കുലുക്കും. അവൻ്റെ പ്രായത്തിലുള്ള പിള്ളേരെ കാണുമ്പോൾ എല്ലാവരും കെട്ടിയെന്ന്. എൻ്റെ കൊച്ചിൻ്റെ എന്ത് നടന്നില്ല? കല്യാണം. അമ്മയാ തിരിച്ചു വരുമ്പോൾ ഈ അമ്മ അപ്പനെങ്ങനെ വീട്ടിൽ കയറും? അറിയില്ല. കയറിപ്പോകുമ്പോൾ ഈ മോനൊരു ചോദ്യം ചോദിച്ചു, അപ്പം തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം തിരിച്ചു
തിരിച്ചൊരു മറുപടി പറഞ്ഞു, യഹോവ തനിക്ക്. അതതിനർത്ഥം. ആ വാക്കാ പ്രത്യേകത. നിനക്കല്ല, എനിക്കല്ല, വേണേ കരുതും, വേണേ കരുതും. തനിക്ക്. എൻ്റെ ആവശ്യം എൻ്റെ ആവശ്യമല്ല, എൻ്റെ കൊച്ചിൻ്റെ ആവശ്യം എൻ്റെ ആവശ്യമല്ല. യഹോവ തനിക്ക് വേണേ കരുതുമെന്നുള്ള ധൈര്യം ഈ അപ്പനുണ്ടായിരുന്നു. കാരണം മെസൊപ്പൊട്ടാമിയ ഊരിൽ നിന്ന് വിളിച്ചിറക്കപ്പെടുമ്പം മുതൽ അനുഭവിച്ച ഒരു കൃപയുണ്ട്. മോനെ, ദൈവം തനിക്ക്. തിരിച്ചു വരുമ്പോൾ സാറ എന്തോ അറിയില്ല. മോനെ കിടത്തി, മോൻ കിടന്നു കൊടുത്തു, കത്തിയെടുത്തു, കുത്താനാഞ്ഞു. കഴുത്തിനും കത്തിക്കിടയ്ക്ക് ഒരു വിളി, അബ്രാമേ അബ്രാമേ. ബാലിന്റെ മേൽ തലമുക്കി നോക്കിയപ്പം കൊമ്പ് കാട്ടി കുരുങ്ങിക്കിടക്കുന്ന ഒരാട്ടുകൊറ്റനെ കണ്ടു. അബ്രഹാം ആ സ്ഥലത്തിന് പേരിട്ടു യഹോവ ഇരേ. എനിക്കൊരു കർത്താവിനെ അറിയാം. കഴുത്തിനും കത്തിക്കിടയ്ക്ക് അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. കഴുത്തിനും കത്തിക്കിടയ്ക്ക് അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന്റെ പേരാ യഹോവ ഇരേ. കരമടിച്ച് സ്തുതിച്ചിന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തിക്ക്. കഴുത്തിനും കത്തിക്കിടയ്ക്ക്, കഴുത്തിനും കത്തിക്കിടയ്ക്ക്. തിരിച്ച് ഈ മനുഷ്യൻ എങ്ങനെ പോവും? അയാളുടെ മനസ്സിന്റെ ആദ്യം എന്തായിരിക്കും? സാറായെ എങ്ങനെ അഭിമുഖീകരിക്കും? സാറായുടെ എന്ത് ഉത്തരം പറയും? ഞാൻ കഴിച്ചെന്ന് പറയുകയാണ്, ഞാൻ കഴിച്ചെന്ന് പറയുന്നു. ഭക്തന്മാരിങ്ങനെയാണ്. അവർക്ക് തിരിഞ്ഞു നോക്കാനൊക്കെ ഇല്ല. മുന്നേ നാളെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. ആഴി എന്നോർക്കാതെ ആഴമാരായാതെ കർത്താവ് പറഞ്ഞത് ചെയ്യാൻ പോകുമ്പോൾ നാളെക്കുറിച്ച് അവർക്ക് പ്രശ്നമില്ല. അവർ ചിന്തിക്ക് പ്രയാസമില്ല എന്നിട്ടല്ല. എന്നിട്ടും അബ്രഹാം മനസ്സിൽ പാടി, നാളെയെ കൊണ്ട് മനസ്സിൽ ലവലേശം ഭാര. ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു തൻ്റെ കൈകളിൽ. കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് ഒരു വിളിയെ തലപൊക്കി നോക്കിക്കേ. തലപൊക്കി നോക്കിയപ്പോൾ കണ്ടു യഹോവ ഈരയുടെ കരുതല്. ഇന്ന് രാത്രി എൻ്റെ കുഞ്ഞിൻ്റെ ജോലി എങ്ങനെയാ? എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ വീടിൻ്റെ കാര്യം എങ്ങനെയാ? കുഞ്ഞേ, നിന്റെ കാര്യം തൻ്റെ കാര്യമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ പേരാ യഹോവ ഈരേ. കരുതുന്ന ദൈവം. കരമടിച്ച് സ്തുതിച്ച് രാത്രി സ്തുതിച്ച്. നാളെയെ എൻ മനസ്സിൽ ലവാലേശം പാരമില്ല. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. ഓ എന്റെ ദൈവം മഹത്വത്തിൽ ആഗ്രവാനായി ജീവിക്കുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ ആഗ്രവാനായി ജീവിക്കുന്നു. സാധു ഞാനീ ചോടി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. കാണുന്ന ദൈവം. തിരിച്ച് ഞാൻ എങ്ങനെ വീട്ടിൽ പോകും അറിയില്ല. ചിന്തിച്ചാൽ ഒന്നും നടക്കില്ല. മോൻ്റെ ഒരു ചോദ്യം കൂടെ. ആട്ടുംകുട്ടി എന്തിയേ? തനിക്ക്. തനിക്ക്. നിനക്കല്ല. നിന്റെ ആവശ്യം നിന്റേതല്ല. നിന്നെക്കാട്ടിലും നിന്റെ ആവശ്യം തൻ്റെതാക്കിയ ഒരപ്പനുണ്ട്. കട്ടകളടച്ചേ. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ ദൈവം ആരാ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. യാക്കോബ് പറഞ്ഞത് സർവശക്തനാ. ഇസാക്ക് പരിചയപ്പെടുത്തിയത് സർവശക്തനാ. അബ്രഹാം വെളിപ്പെട്ടതും സർവശക്തനാ. പക്ഷെ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നു, ഈ ദൈവം എന്റെ പിതാവാ. യേശുക്രിസ്തു. എല്ലാ കണ്ണുകളും അടച്ച്. എനിക്കിങ്ങനെ നിന്ന് പേരുകൾ പറയാൻ ഒത്തിരിയുണ്ട്.
പക്ഷെ എൻ്റെ പാവം പിടിച്ച വിശ്വാസികളൊക്കെ അങ്ങ് ദൂരേന്ന് വന്നവരുണ്ട്. ഞാൻ താമസിച്ചാൽ അവർ ചെല്ലുമ്പോൾ ഒത്തിരി ലേറ്റാവും. അതുകൊണ്ട് മാത്രം അർദ്ധവിരാമം കൊടുക്കുക. നാളെ പ്രിയപ്പെട്ട ദേവദാസൻ ജോയിപ്പാറയ്ക്കൽ വളരെ ദൂരം യാത്ര ചെയ്ത് യോഗത്തിന് വേണ്ടി മാത്രം വരും. അനുഗ്രഹീതനായ ദേവദാസൻ നേരത്തെ വരണേ. അനുഗ്രഹീതനായ ദേവദാസൻ, ആഴമുള്ള അറിവുകൾ പകരാൻ കഴിവുള്ള ദേവദാസൻ. പക്ഷെ ഇന്ന് ഞാനൊരു അറിവ് പറയുക. എനിക്കറിയാവുന്ന ഒരു ദൈവത്തെ, തനിക്ക് ഒമയാഗത്തിന് മുഖത്തെ കരുതം. രണ്ട്, അവരെന്നെ കാണുന്നുണ്ട്. എനിക്ക് ഒരൊറ്റ ഉറപ്പ് മതി, കാണുന്നുണ്ടല്ലോ. അവരെന്നെ കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കത് മതി. അവൻ കാണേണ്ട പറ്റും കാണാതെ പോയി. നാളെയേക്കൊൺ എൻ മനസ്സിൽ ലവാലേശം ഭാരമില്ല. നാളെയേക്കൊൺ എൻ മനസ്സിൽ ലവാലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരും. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരും. തന്റെ കൈകളിൽ ഞാൻ തോറും ചാരും. ഈ ദൈവം എന്റെ മാത്രം ദൈവമല്ല. കോടാകോടി പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് പറയും, അവൻ എന്റെ പിതാവ്. ആയിരക്കണക്കിന് വേദികളിൽ ഒരു പക്ഷേ എത്രയോ ഇടത്ത് ഞാനൊരു സാക്ഷ്യം പറഞ്ഞു. വീണ്ടും പറയുക, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാവുന്ന, ഒരു പക്ഷേ ചിലർക്ക് അറിയാത്തൊരു ഫെലിക്സ് എന്ന സുഹൃത്ത്. ഞാൻ ഒത്തിരി അടുത്ത സംഭവം പറഞ്ഞിട്ടുണ്ട്. ഫെലിക്സ് മിടുക്കനായിരുന്നു, കെനിയക്കാരന്. ഫെലിക്സ് റാന്നി പള്ളിഭാഗം ചർച്ചിൽ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരന് വഴിമാറ്റം നടത്തുക, പരിഭാഷപ്പെടുത്തുക. ഫെലിക്സ് പറഞ്ഞു, നിങ്ങൾ കാണുന്ന ഒരാളല്ല ഞാൻ. എവിടെയോ അപ്പനാരെന്നറിയാതെ ഞാൻ ജനിച്ചു. അപ്പനെ കണ്ടിട്ടില്ല, അപ്പനെ കാണാതെ വളർന്നു, അപ്പൻ ആരെന്നറിയാതെ വളർന്നു. വർഷങ്ങൾ കഴിഞ്ഞു, അപ്പനൊരിക്കൽ പോലും ഫീസ് അടച്ചിട്ടില്ല, സ്കൂളിൽ കൊണ്ട് വിട്ടിട്ടില്ല. അത് സ്കൂളിൽ പലപ്പോഴും നിന്ദിക്കപ്പെട്ടു, കീറിയ നിക്കറ്, ഫീസ് അടയ്ക്കാതെ വരാന്തയിൽ. പക്ഷേ 10 മറ്റോ ഒരു പ്രായത്തിൽ യേശുവിനെ കണ്ടെത്തി. ഒരു കാര്യം തീരുമാനിച്ചു, അമ്മയോടൊരു കാര്യം ചോദിക്കില്ല. പിന്നെ അല്ല, ഈ പിതാവിനോട് ചോദിച്ചു. എല്ലാം കെട്ടി കാലം മുമ്പോട്ട് പോയി. വളർന്നു വലുതായി, ഒരു യുവാവായി, ആരോഗ്യവാനായി, മിടുക്കനായി, അറിയപ്പെട്ടവനായി, എല്ലാം ഉള്ളവനായി. ഫെലിക്സ് ഒരു ദിവസം സ്വന്തം അപ്പനെ മുഖാമുഖം കണ്ടു. അന്ന് ഫെലിക്സ് ആരോഗ്യവാൻ, അപ്പൻ ബലഹീനൻ. അപ്പനോർത്ത് ഫെലിക്സ് ഏത് നിമിഷം തൻ്റെ കഴുത്ത് ഞെരിക്കും. പക്ഷേ ഈ മോൻ അത് ചെയ്തില്ല. ആ മോൻ അപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അടുത്തുള്ള ഹോട്ടലിൽ കൊണ്ടുപോയി ബൊഫെ മേടിച്ചു കൊടുത്തു. എന്നിട്ട് അടുത്തുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ടുപോയി നല്ല ഉടുപ്പ് മേടിച്ചു കൊടുത്തു, നല്ല പാൻറ്റ് മേടിച്ചു കൊടുത്തു. അപ്പം പറഞ്ഞു, നീ അങ്ങനെ ചെയ്യാ, നീ എന്നെ കുത്തിക്കൊല്ലില്ല, നീ എന്തിനാ എന്നെ ഇങ്ങനെ ചെയ്യുക? ഫെലിക്സ് അപ്പനോട് പറഞ്ഞു പോലും, അപ്പ എനിക്ക് ഫീസ് അടച്ചിരുന്നെങ്കിൽ, എന്നെ വണ്ടി സ്കൂട്ടറെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ബൈക്കെ കൊണ്ടുവന്ന് കോളേജ് സ്കൂളിൻ്റെ മുമ്പിൽ ഇറക്കി വിട്ടിരുന്നെങ്കിൽ, ഞാൻ കയറി പോകുമ്പോൾ ടാറ്റ പറഞ്ഞു ഉമ്മ അന്ന് കയറ്റി വിട്ടിരുന്നെങ്കിൽ, ഞാനെല്ലാം അപ്പാടി ചോദിച്ചേനെ, അപ്പയുണ്ടല്ലോ. പക്ഷെ അതൊന്നും എനിക്ക് തരാഞ്ഞുകൊണ്ട് ഒരു ഗുണമുണ്ടായി. ഈ ഒരു അപ്പായെ ഒത്തിരി അറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് പിണക്കില്ല. നന്ദിയേ ഉള്ളൂ. ഈ ദൈവം എൻ്റെ അപ്പായ, ഈ ദൈവം എൻ്റെ അപ്പായ. അപ്പാന്ന് വിളിക്കാൻ പിതാവിന് ഇഷ്ടമായിരിക്കാം, എന്നാ ഞാൻ ചിന്തിക്കുക. അപ്പാന്ന് വിളിക്കാൻ പിതാവിന് ഇഷ്ടമായി. എനിക്ക് മനസ്സ് കുളിർത്ത് ഞാൻ കേൾക്കാറുണ്ട്. ഒരു പക്ഷേ എൻ്റെ പിള്ളേർ വളർന്നപ്പം ഞാൻ അങ്ങനെ കേൾക്കാനില്ലായിരുന്നു പലപ്പോഴും. ഞാൻ മിക്കപ്പോഴും അങ്ങനെ വീട്ടിയില്ല. എന്നാൽ എനിക്ക് ഇന്നൊരു കൊച്ചു കുഞ്ഞുണ്ട്, എൻ്റെ പെങ്ങളുടെ കൊച്ചുമോനാ. ഞാൻ കയറി ചെല്ലുമ്പോൾ വാ നിറച്ച് വിളിക്കും, പപ്പ, അവൻ്റെ പപ്പ ഞാനാ. എന്നെ ഇഷ്ടം കേൾക്കാൻ. ഇതുപോലെ ആയിരിക്കണം ആ അപ്പായും ഇഷ്ടപ്പെടുന്നത്. കണ്ണടച്ച് ഈ
ദൈവം നിങ്ങളുടെ പിതാവാണോ? പിതാവല്ലെങ്കിൽ ദൈവം പിതാവാണ്. ദൈവത്തെ പിതാവായി പരിചയപ്പെടുത്തുന്ന ഒറ്റ ആളേ ഉള്ളൂ, ക്രിസ്തുവാ, ബൈബിളാ. ദൈവം നമുക്ക് പിതാവ്. എങ്ങനെ? ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് പിതാവാകും. പിന്നെ പിതാവിന്റെ കൈ പിടിച്ചിങ്ങനെ നടക്കാം. പ്രാർത്ഥിച്ച എല്ലാവരും ആ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒത്തിരി ആഗ്രഹിച്ചാണ് ഈ കൺവെൻഷൻ നടത്തുക. ഒരു സ്വപ്നം, കുറച്ചു പേർ കൂടെ ഈ പിതാവിനെ അറിയിക്കണം. പിതാവിന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്.